ഹലോ, ഇന്ന് നമുക്ക് വിവിധ കളറുകളിൽ പൂക്കളുണ്ടാവുന്ന സാൽവിയ ചെടി കാണാം കേട്ടോ. നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒന്നോ രണ്ടോ വെറൈറ്റീസ് അല്ല, ഇഷ്ടം പോലെ കളർ ഷെയ്ഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം നമുക്ക് സെയിലിനും ഉണ്ട്. ഇത് സിംഗിളായിട്ടല്ല, നമ്മളൊരു കോംബോ ആയിട്ടാണ് തരുന്നത്. 8 വെറൈറ്റി ആയിട്ടുള്ള സാൽവിയ പ്ലാന്റ് ആണുള്ളത്. ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ 550 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ആരും വീഡിയോ ഫുള്ളായിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ, അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിനി ഓരോ വെറൈറ്റീസ്, അതിൻ്റെ കളറ്, സൈസ് ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ കറക്റ്റ്, ഇത് ഒരു റെഡും അല്ല എന്നാൽ റോസും അല്ലാത്തൊരു കളറാണ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് നല്ല ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. 8 വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. പെട്ടെന്ന് വലുതാവുന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ നമ്മളൊരു 1/2 മീറ്ററിൽ കൂടുതൽ പൊക്കം വെപ്പിച്ച് വിടരുത്, കട്ട് ചെയ്ത് നിർത്തണം. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഇത് പൂക്കളുണ്ടാവുക. ഒരുപാട് വലുപ്പത്തിലേക്ക്, ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റിലേക്കൊക്കെ ചിലപ്പോൾ ഇത് വളരും. അങ്ങനെ വളർന്നു പോയിട്ടുണ്ടെങ്കിൽ ചെടിക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകൾ നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചെടികളാക്കി നിർത്തി നിറയെ പൂക്കളൊക്കെ ആക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് വൈറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വരുന്നൊരു വേറൊരു ചെടി കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം ഞാൻ. ഇനി ഇത് ഓറഞ്ചാണ്. ശരിക്കും ഈ കാണുന്ന ഭാഗം ഒരു കവറിങ് പോലെ വരുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഫ്ലവർ അല്ല, ഫ്ലവർ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ നീണ്ടു വരും. ഈ ഭാഗം കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ ചെടിയിൽ നിൽക്കുന്നത് നമ്മൾ ശരിക്കും ഇത് ഫ്ലവറാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതാണ് കേട്ടോ വൈറ്റിൻ്റെ വേറെ ഒരു ഷെയ്ഡാണെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അത് നല്ല വൈറ്റ് കളർ തന്നെയായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് വൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ സാൽവിയയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഗം ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ്. അപ്പോൾ എല്ലാ വെറൈറ്റീസും ഒന്നിച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് പ്യുവർ റെഡ് കളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ വെറൈറ്റി ആയിട്ടുള്ള സാൽവിയ പ്ലാന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8 കളേഴ്സ് വരുന്നത്. ഏത് കളറാണ് ഏറ്റവും നല്ലതെന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പ്ലാന്റ് സൈസ് എല്ലാവരും കണ്ടതല്ലേ, തീരെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് അല്ല കേട്ടോ. ഈ കാണുന്ന സൈസ് എല്ലാ പ്ലാന്റിനും വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ്. പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ഇതിൻ്റെ അടിവശത്ത് ലീഫിൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ടാവും. അത് അത്ര പ്രശ്നമൊന്നുമല്ല. നമ്മളിത് പിന്നെ നല്ല സൺലൈറ്റിൽ വേണം വെക്കാൻ. മാക്സിമം സൺലൈറ്റിൽ ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ആവശ്യത്തിന് വെള്ളം അത് രാവിലെ തന്നെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ നല്ല സൺലൈറ്റിലൊക്കെ വെച്ചിട്ടുള്ള ചെടി ഇങ്ങനെ അഴുകി നശിച്ചു പോകുന്നതായിട്ട് കാണാം. പക്ഷെ അതൊരിക്കലും സൺലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ല. ഒരു സെമി ഷെയ്ഡിലും ഈ പ്ലാന്റ് നന്നായിട്ട് വളരാറുണ്ട്. പക്ഷേ ഫുൾ സണ്ണിലാണ് നന്നായിട്ട് നല്ല ഗ്രോത്തും നന്നായിട്ട് ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ പോട്ടി മിക്സിൻ്റെ മുകളിലുള്ള പാർട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മൾ നനച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഈ പ്ലാന്റ് മെയിനായിട്ട് നശിച്ചു പോകുന്നത് ഫംഗൽ ഡിസീസ് വന്നിട്ടാണ്. ചുവടുവശത്ത് ഓവറായിട്ട് ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ ചാണകപ്പൊടി ആണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താലും ഒരുപാട് നനവായാലും ഫംഗൽ ഡിസീസ് വരും. ചെടി വാടിപ്പോയിട്ടോ അല്ലെങ്കിൽ ചുവടുഭാഗത്തുനിന്ന് ഇങ്ങനെ അടർന്ന് വീണിട്ടോ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത്, അതായത് സ്റ്റെമ്മിൻ്റെ ഉൾവശത്ത് കൂടി ബ്ലാക്ക് കളറിൽ കാണാം. അത് ഫംഗൽ വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോകുന്നതാണ്. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഈ പ്ലാന്റിനില്ല. നല്ല ഭംഗിയായിട്ട് ചെറിയ കെയറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.